പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃശ്ശൂർ മണ്ഡലത്തിൽ നിന്ന് സുരേഷ് ഗോപിക്കുണ്ടായിട്ടുള്ള ജയം ഇടതുപക്ഷത്തെയും വലതുപക്ഷത്തെയും ഒക്കെ ഞെട്ടിച്ചതാണ്. ഏതാണ്ട് 70,000 വോട്ടിനപ്പുറത്ത് ഉള്ള ഒരു വലിയ വമ്പൻ ഭൂരിപക്ഷമാണ് സുരേഷ് ഗോപിക്ക് ഇത്തവണ തൃശ്ശൂർ ലോക്സഭാ മണ്ഡലത്തിൽ നിന്ന് ലഭിച്ചത്. സ്വാഭാവികമായും ഈ ലോക്സഭാ മണ്ഡലത്തിൽ തൃശ്ശൂരിൽ സുരേഷ് ഗോപിക്കുണ്ടായിട്ടുള്ള ജയത്തിന് ഉത്തരവാദികൾ ആരാണ്, എവിടെ നിന്നാണ് സുരേഷ് ഗോപിയുടെ പെട്ടിയിലേക്ക് വോട്ട് ചോർന്നത്, അത് LDF നിന്നാണോ UDF നിന്നാണോ എന്നുള്ള തർക്കം നടന്നുകൊണ്ടിരിക്കുക. പൊതുവിൽ തൃശ്ശൂരിൽ സുരേഷ് ഗോപിയുടെ പെട്ടിയിലേക്ക് വോട്ട് ചോർന്നത് UDF നിന്നാണ് എന്നുള്ളതാണ് പൊതുവിലുള്ള ഒരു ധാരണ. കാരണം അവിടെ 3-ാം സ്ഥാനത്ത് വന്നത് കെ മുരളീധരനാണ്, 2-ാം സ്ഥാനത്ത് സുനിൽകുമാർ VS സുനിൽകുമാറായി. അപ്പോൾ സ്വാഭാവികമായും UDF ജയിച്ച ഒരു മണ്ഡലത്തിൽ UDF 3-ാം സ്ഥാനത്തേക്ക് പോവുകയും BJP 1-ാം സ്ഥാനത്തേക്ക് വരികയും ചെയ്തു എന്ന് പറയുമ്പോൾ അവിടെ UDFൻ്റെ വോട്ടാണ് ചോർന്നത് എന്നുള്ളതാണല്ലോ പൊതുവിലുള്ള ഒരു ബോധ്യം. അപ്പോൾ 2024-2019 തമ്മിൽ താരതമ്യം ചെയ്താൽ UDFന് 86,965 വോട്ട് കുറഞ്ഞു, BJPക്ക് 1,18,516 വോട്ട് കൂടി, LDFന് 16,192 വോട്ട് കൂടി. അപ്പോൾ LDFന് വോട്ട് കൂടി, BJPക്ക് വലിയ തോതിൽ വോട്ട് കൂടി, UDFന് കാര്യമായി വോട്ട് കുറഞ്ഞു. അപ്പോൾ UDFൻ്റെ ചോർച്ച കൊണ്ടാണ് എന്നുള്ളതാണല്ലോ പൊതുവിലുള്ള ധാരണ. അപ്പോൾ UDFകാർ തൃശ്ശൂർ മണ്ഡലത്തിലെ UDFകാരെല്ലാം BJPക്ക് വോട്ട് മറിച്ചു എന്നുള്ള വാദഗതിയുമായി CPM രംഗത്ത് വന്നിട്ടുണ്ട്. അതിൽ വലിയ തെറ്റ് പറയാൻ കഴിയില്ല എന്നുള്ളത് വസ്തുതയാണ്. പക്ഷേ അതിലൊരു വലിയ പ്രശ്നമുണ്ട് സുഹൃത്തുക്കളെ. കാരണം ഈ താരതമ്യങ്ങൾ മുഴുവൻ നടക്കുന്നത് 2024-ഉം 2019-ഉം തമ്മിലാണ്. 2024-ഉം 2019 തമ്മിൽ നമ്മൾ താരതമ്യം ചെയ്താൽ ഈ ഇടതുപക്ഷം പറയുന്ന CPM പറയുന്ന കണക്ക് 100% ശരിയാണ് എന്ന് നമുക്ക് ബോധ്യമാവും. കാരണം സുരേഷ് ഗോപി ജയിച്ചു, VS സുനിൽകുമാർ 2-ാം സ്ഥാനത്ത് വന്നു, UDF 3-ാം സ്ഥാനത്ത് വന്നു, UDFന് വോട്ട് 80,000 കുറഞ്ഞു, സുരേഷ് കുമാറിന് വോട്ട് 16,000 കൂടി, BJPക്ക് 1,18,000 കൂടി. അപ്പോൾ CPM പറയുന്ന കണക്ക് ശരി, UDFൻ്റെ ചോർന്ന വോട്ടുകളിൽ നിന്നാണ് സുരേഷ് ഗോപി ജയിച്ചിട്ടുള്ളത്. പക്ഷേ നമ്മൾ 2019-ഉം 2024-ഉം തമ്മിൽ താരതമ്യം ചെയ്യുന്നതിന് പകരം നമ്മൾ 2021-ഉം 2024-ഉം തമ്മിലും താരതമ്യം ചെയ്ത് നോക്കൂ. കാരണം 2021-ൽ ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്നു. 2021-ൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്നു. ആ 2021-ലെ തെരഞ്ഞെടുപ്പിനെ 2024-ലെ തെരഞ്ഞെടുപ്പുമായിട്ട് നമ്മൾ താരതമ്യം ചെയ്ത് നോക്കൂ. അതിൽ താരതമ്യം ചെയ്യുന്നതിൽ വലിയ തെറ്റൊന്നുമില്ല. കാരണം എന്താ, 2019-ലെ തെരഞ്ഞെടുപ്പിൽ 2 ദേശീയ വിഷയങ്ങൾ, രണ്ട് വ്യത്യസ്ത വിഷയം, ഒന്ന് ശബരിമലയുടെ വിഷയം ഉണ്ടായിരുന്നു, 2 രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാകാൻ പോകുന്നു എന്നുള്ള ഒരു വിഷയമുണ്ട്. എന്നാൽ 2021-ലെ സംസ്ഥാന തിരഞ്ഞെടുപ്പിന് സംസ്ഥാന വിഷയങ്ങളായിരുന്നു പരിഗണിക്കപ്പെട്ടിരുന്നത്. 2024-ലും ജനങ്ങളുടെ മനസ്സിനെ സ്വാധീനിച്ചത് സംസ്ഥാന വിഷയങ്ങളായിരുന്നു എന്നുള്ള ഉറപ്പാണല്ലോ. അപ്പോൾ 2021-2026 തമ്മിൽ നമ്മളൊക്കെ താരതമ്യം ചെയ്യാം, അതിൽ തെറ്റുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം പരിഗണനാ വിഷയങ്ങൾ അടിസ്ഥാനപരമായി സംസ്ഥാന ഭരണവും സംസ്ഥാനമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടതായിരുന്നു. അത് താരതമ്യം ചെയ്യുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നറിയാമോ സുഹൃത്തുക്കളെ, ഞെട്ടിപ്പോകും നമ്മൾ. അങ്ങനെ താരതമ്യം ചെയ്യുമ്പോൾ വളരെ കൃത്യമായി നമ്മുടെ മുമ്പിൽ നമുക്ക് കാണാൻ കഴിയുന്ന കണക്കുകൾ CPM-ഉം BJP-യും തമ്മിലുള്ള അന്തർധാരയുടേതാണ്. 2021-ഉം 2024-ഉം തമ്മിൽ നമ്മൾ താരതമ്യം ചെയ്താൽ CPM വോട്ടുകളാണ് BJP-യിലേക്ക് മറിഞ്ഞത് എന്ന് വളരെ കൃത്യമായി നമുക്ക് കാണാൻ കഴിയും. ഉദാഹരണത്തിന് 2021-നും 2024-നും ഇടയ്ക്ക് CPM-ൻ്റെ വോട്ടുകൾ 7 മണ്ഡലങ്ങളിലുമായി ചോർന്നത് 1,22,631 1,22,631. BJPക്ക് കൂടിയത് 1,50,102 വോട്ടുകളാണ് BJPക്ക് കൂടിയത്. എന്നാൽ UDFന് കുറഞ്ഞതോ വെറും 29,850 വോട്ട് മാത്രം. അപ്പോൾ 21-ഉം 24-ഉം തമ്മിൽ കമ്പയർ ചെയ്താൽ 1,22,000 വോട്ട് CPM-ന് കുറഞ്ഞു, 1,50,000 വോട്ട് BJPക്ക് കൂടി, 29,850 വോട്ട് CPM-ന് കുറഞ്ഞു. സുഹൃത്തുക്കളെ, ഈ തൃശ്ശൂർ ലോക്സഭാ മണ്ഡലത്തിലെ 7 മണ്ഡലങ്ങളിലും 2021-ൽ CPM-ആണ് വിജയിച്ചത്. മണലൂര്, ഒല്ലൂര്, തൃശ്ശൂർ, നാട്ടിക, ഇരഞ്ഞാലക്കുട, പുതുക്കാട്, ഗുരുവായൂർ, ഈ 7 മണ്ഡലങ്ങളിലും LDF-ആണ് വിജയിച്ചത്. എന്നാൽ ഈ 7 മണ്ഡലങ്ങളിലും 2021-നും 2024-നും ഇടയിലുള്ള വോട്ട് ചോർച്ചയുടെ അളവ് കണ്ടാൽ നമ്മൾ ഞെട്ടിപ്പോവും. ഒല്ലൂര്
CPM-ൻ്റെ മന്ത്രി കെ രാജൻ ജയിച്ച മണ്ഡലത്തിൽ 27,024 വോട്ടാണ് സുഹൃത്തുക്കളെ കുറഞ്ഞത്. ആലോചിച്ച് നോക്ക്. അതുപോലെ തന്നെ CPM-ൻ്റെ മന്ത്രിയായിട്ടുള്ള ആർ ബിന്ദു ജയിച്ച മണ്ഡലത്തിൽ 17,471 വോട്ടാണ് കുറഞ്ഞത്. ഇടതുപക്ഷ സ്ഥാനാർത്ഥി ജയിച്ച പുതുക്കാട് 23,422 വോട്ടും ഗുരുവായൂരിൽ 26,553 വോട്ടുമാണ് കുറഞ്ഞത്. തൃശ്ശൂർ 10,000 വോട്ട്, നാട്ടികയിൽ 20,000 വോട്ട്. അപ്പോൾ 21, 24 തമ്മിൽ താരതമ്യം ചെയ്താൽ തൃശ്ശൂർ മണ്ഡലത്തിലെ 5 മണ്ഡലങ്ങളിൽ, ലോക്സഭാ മണ്ഡലത്തിലെ 5 മണ്ഡലങ്ങളിൽ 20,000-നും 26,000-നും ഇടയ്ക്ക് വോട്ട് CPM-ന് കുറഞ്ഞിരിക്കുന്നു. ആലോചിച്ച് നോക്ക്. ഇനി 21, 24 തമ്മിൽ താരതമ്യം ചെയ്താൽ പുതുക്കാട് BJP-യുടെ വോട്ട് 27,000 കൂടി, ഇരഞ്ഞാലക്കുടയിൽ 25,000, നാട്ടികയിൽ 33,000 വോട്ടാണ് ഈ ദേശീയ ജനാധിപത്യ സഖ്യത്തിന് കൂടിയത്. ഒല്ലൂർ CPI-യുടെ മന്ത്രി ഭരിച്ച മണ്ഡലത്തിൽ BJP-ക്ക് കൂടിയ വോട്ട് എത്രയാണെന്നറിയാമോ? 36,701. അപ്പോൾ 21, 24 തമ്മിൽ താരതമ്യം ചെയ്താൽ തൃശ്ശൂർ ലോക്സഭാ മണ്ഡലത്തിലെ 2 മണ്ഡലങ്ങളിൽ BJP-ക്ക് 30,000-ലധികം വോട്ടുകൾ കൂടി. 2 മണ്ഡലത്തിൽ 25,000-നും 27,000-നും ഇടയ്ക്ക് വോട്ട് കൂടി. അപ്പോൾ ഇത് കാണിക്കുന്നത് എന്താ? ഇത് കാണിക്കുന്നത് അതേസമയം ഈ മണ്ഡലങ്ങളിലെല്ലാം കൂടെ ചേർന്ന് UDF-ന് കുറഞ്ഞത് 29,000 വോട്ടാണ്. അതായത് ഒല്ലൂർ എന്ന് പറഞ്ഞ മണ്ഡലത്തിൽ, നാട്ടികയിൽ എന്ന് പറഞ്ഞ മണ്ഡലത്തിൽ, 2 മണ്ഡലത്തിൽ 33,000-ൽ കൂടുതൽ വോട്ട് ദേശീയ ജനാധിപത്യ സഖ്യത്തിന് കിട്ടിയപ്പോൾ UDF-ന് ആകെ കുറഞ്ഞത് 29,850 വോട്ടാണ് സുഹൃത്തുക്കളെ. അപ്പോൾ 2021, 2024 കൂടെ താരതമ്യം ചെയ്താൽ ദേശീയ ജനാധിപത്യത്തിൻ്റെ സ്ഥാനാർത്ഥിയായിട്ട് സുരേഷ് ഗോപി ജയിച്ച CPM-ൻ്റെ പെട്ടിയിൽ നിന്നുള്ള വോട്ട് മാത്രം കിട്ടിയിട്ടാണെന്നുള്ളത് അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വിധം ഈ കണക്കുകളിലൂടെ തെളിയുകയല്ലേ. 2021-നും 24-നും ഇടയ്ക്ക് തൃശ്ശൂർ മണ്ഡലത്തിലെ 7 മണ്ഡലങ്ങളിലുമായി CPM-ന് 1,22,000 വോട്ട് കുറഞ്ഞപ്പോൾ ദേശീയ ജനാധിപത്യ സഖ്യത്തിന് സുരേഷ് ഗോപിക്ക് 1,50,000 വോട്ടാണ് സുഹൃത്തുക്കളെ കൂടിയത്. അതുകൊണ്ട് തൃശ്ശൂർ ലോക്സഭാ മണ്ഡലത്തിൽ സുരേഷ് ഗോപി ജയിച്ചത് UDF-ൻ്റെ വോട്ട് ചോർച്ച കൊണ്ടാണെന്നുള്ള വാദം അസംബന്ധമാണ് എന്ന് 2024-ലെ വോട്ടും 2021-ലെ വോട്ടും തമ്മിൽ താരതമ്യം ചെയ്താൽ മനസ്സിലാവും. അങ്ങനെ നോക്കുമ്പോൾ CPM-ൽ നിന്നുള്ള വോട്ട് ചോർച്ച കൊണ്ട് മാത്രമാണ് UDF സുരേഷ് ഗോപി തൃശ്ശൂർ മണ്ഡലത്തിൽ ജയിച്ചത് എന്ന് സംശയലേശമന്യേ തെളിഞ്ഞിരിക്കുകയാണ്.